You made this? No. We made this. സിനിമയുടെ തുടക്കത്തിൽ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്നൊരാളെ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇഷ്ടമുള്ള ഒരാളാണ്. അയാൾ ഒരു ദിവസം രാത്രി ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ സർക്കസ് കാണാൻ പോകുന്നുണ്ട്. സർക്കസിനിടയിൽ വളരെ ഉയരത്തിൽ നിന്ന് ആ പെൺകുട്ടി വീഴുന്നത് കാണാം. ആ വീഴ്ചയിൽ അവൾക്ക് മാരകമായി പരിക്കേൽക്കുന്നുണ്ട്. ഇഗോർ എന്ന പേരായ ഒരു നട്ടെല്ല് വളഞ്ഞ ഒരാളെ കാണാം. അയാൾക്ക് നന്നായി നടക്കാൻ സാധിക്കുന്നില്ല. സർക്കസിൽ വീണ കുട്ടിയോട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. ആ വീഴ്ചയിൽ അവൾക്ക് വളരെ ബ്രീത്തിങ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാണാം. പക്ഷേ ഇഗോറിന് മനസ്സിലാകുന്നുണ്ട് എന്താണ് അവളുടെ പ്രശ്നം, എങ്ങനെ അവളെ രക്ഷിക്കാമെന്ന്. കാരണം ഇഗോറിന് മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്നു. അവന്റെ നട്ടെല്ല് വളഞ്ഞതുകൊണ്ട് അത് നേരെയാക്കാനുള്ള പഠനങ്ങൾ അവൻ നടത്തിയിരുന്നു. ഇഗോറിന് അതിൽ ഡിഗ്രി ഇല്ലെങ്കിലും അവൻ ഡോക്ടേഴ്സേക്കാൾ ഒട്ടും താഴെയല്ലായിരുന്നു. ഇഗോർ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ രക്ഷിച്ച് ശ്വാസതടസ്സം നേരെയാക്കുന്നത് കാണാം. വിക്ടർ ഇത് കണ്ട് ഷോക്കായി. ഇഗോറിനോട് വിക്ടർ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സാധിച്ചു? അപ്പോൾ ഇഗോർ പറയുന്നുണ്ട്, ഞാൻ കുറേ ബുക്കുകൾ വായിക്കാറുണ്ട് എന്ന്. ഇഗോറിൽ ഇംപ്രസ്സായ വിക്ടർ അവനോട് തൻ്റെ കൂടെ വരൂ, നീ ഇവിടെ നിന്ന് സമയം വെറുതെ കളയരുത്, ഞാൻ നിനക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാമെന്ന്. ഇത് കേട്ട റിംഗ് മാസ്റ്ററിന് ദേഷ്യം വരുന്നത് കാണാം. അദ്ദേഹം ആ സ്ഥലത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം ഇഗോറിനെ ഒരു കേജിലാക്കുന്നുണ്ട്. അവനെ ഭയപ്പെടുത്തി ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്ന്, ശ്രമിച്ചാൽ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. നീ എൻ്റെ അടിമയാണ്. എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് മോഷ്ടിച്ചെടുത്ത ബുക്കുകളിൽ നിന്നാണ് നീ ഇത്രയും മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് നേടിയത് എന്ന് റിംഗ് മാസ്റ്റർ പറയുന്നത് കേൾക്കാം. കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും വിക്ടർ അവിടേക്ക് വരുന്നുണ്ട്. ഇഗോറിനെ കേജിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ആളുകൾ അവരെ കാണുന്നുണ്ട്. എങ്കിലും എങ്ങനെയോ അവർ സേഫായി വിക്ടറിൻ്റെ വീട്ടിലെത്തിയ ഉടനെ ഇഗോറിൻ്റെ പുറത്തു നിന്ന് സിസ്റ്റ് എന്ന ദ്രാവകം വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആണ് അവൻ്റെ പോസ്റ്റർ അബ്നോർമലായി ഇംപ്രൂവായും ആവാതെ ഇരുന്നത്. അതിനുശേഷം ഇഗോറിൻ്റെ ശരീരം റിക്കവറായി നല്ല ലുക്കിൽ നല്ല പോസ്റ്ററിൽ കാണാം. ഇനി അവനൊരു കൂനുള്ള ഒരാളല്ല, അവന് നന്നായി നടക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് ഒരു പോലീസ് ഓഫീസർ ഇഗോറിൻ്റെ മിസ്സിംഗ് കേസും ഒരു ലോക്കൽ മർഡർ കേസും അന്വേഷിക്കാനായി സർക്കസ് നടക്കുന്ന സ്ഥലത്ത് വരുന്നുണ്ട്. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് വിക്ടറിനെയും ഇഗോറിനെയുമാണ്. വിക്ടർ പറയുന്നുണ്ട്, ഞാനൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്, റിവേഴ്സൽ ഓഫ് ഡെത്ത്. ആ എക്സ്പെരിമെൻറ്റിലൂടെ ചത്ത മനുഷ്യനെയോ മൃഗത്തെയോ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാം. എനിക്ക് ആ എക്സ്പെരിമെൻ്റ് ചെയ്യണം, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. കണ്ടെയ്നറിൽ 2 കണ്ണ് വെള്ളത്തിലിട്ട് എന്തോ വെച്ച് ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. വെള്ളത്തിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കണ്ണുകൾ അനങ്ങുന്നത് കാണാം. എക്സ്പെരിമെൻ്റ് സക്സസ് ആയെങ്കിലും വിക്ടറിൻ്റെ ഒരു മിസ്റ്റേക്ക് ഇഗോർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കണ്ണുകളുടെ നേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്ന് ഇഗോർ പറയുന്നത് കേൾക്കാം. ഇഗോറിൽ കൂടുതൽ ഇംപ്രസ് ആയി വിക്ടർ അവനെ തൻ്റെ അസിസ്റ്റൻ്റായി ഹയർ ചെയ്യുന്നുണ്ട്. സമയം കടന്നുപോയി. സയൻസിനെ അടുത്ത അഡ്വാൻസ് ലെവലിലേക്ക് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിനായി അവർ ചത്ത മൃഗങ്ങളുടെ അവയവങ്ങൾ ശേഖരിച്ച് ഒരു വലിയ ചിമ്പാൻസിയെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവരുടെ പരീക്ഷണങ്ങൾ വിജയം കണ്ടു. അവർ ഉണ്ടാക്കിയത് ഒരു വലിയ മോൺസ്റ്ററായ ചിമ്പാൻസിയെ ആയിരുന്നു. വർക്കിന് ശേഷം ഇഗോറും വിക്ടറും ഒരു പാർട്ടിക്ക് പോകുന്നത് കാണാം. അവിടെ വെച്ച് ഇഗോർ സർക്കസിനിടയിൽ വീണ പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവൾക്ക് ഇഗോറിനെ മനസ്സിലായില്ല. എങ്കിലും ഇഗോറിന് ഇപ്പോഴും അവളെ വളരെ ഇഷ്ടമാണ് എന്ന് നമുക്ക് ഈ രംഗത്തിലൂടെ മനസ്സിലാക്കാം. വിക്ടർ ഇഗോറിനോട് പറയുന്നത് കേൾക്കാം, നീ ആ പെൺകുട്ടിയിൽ നിന്ന് മാറി നിൽക്കുക, അവളൊരു തടസ്സമാണ്, നിനക്ക് നിന്റെ ജോലിയിൽ കറക്റ്റായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. പിന്നെ കാണിക്കുന്നത് ഇരുവരും വീട്ടിലെത്തി അവിടെ ചെയിനിൽ കെട്ടിയിട്ട ഇലക്ട്രിക് വയർ ഘടിപ്പിച്ച ഒരു ചിമ്പാൻസിയാണ്. അങ്ങനെ അവർ ആ ഇലക്ട്രിക് വയറിലൂടെ ചത്ത ചിമ്പാൻസിയുടെ ബോഡിയിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇഗോറും വിക്ടറും വളരെ കൺഫ്യൂസ്ഡ് ആയി ടെൻഷനായിരിക്കുന്നത് കാണാം. കുറച്ച് കഴിഞ്ഞ് ചിമ്പാൻസി അനങ്ങി തുടങ്ങി. അങ്ങനെ അവരുടെ ആ എക്സ്പെരിമെൻ്റ് വിജയം കണ്ടെത്തി. പിറ്റേ ദിവസം വിക്ടർ ചിമ്പാൻസിയെ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് വളരെ വിചിത്രമായി ചിമ്പാൻസി റിയാക്ട് ചെയ്തു. ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. വിക്ടറും തൻ്റെ എക്സ്പെരിമെൻറ്റിൽ വിജയിച്ചു. എങ്കിലും താൻ ഉണ്ടാക്കിയ ചിമ്പാൻസി സ്വന്തം കൈകൾ കൊണ്ട് തന്നെ നശിപ്പിക്കേണ്ടി വന്നു. അൺകൺവെൻഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ചു എന്ന കുറ്റത്തിന് വിക്ടറിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. വിക്ടറിൻ്റെ കൂടെ പഠിച്ചിരുന്ന ക്ലാസ്മേറ്റ്സ് അവനെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർക്ക് വിക്ടറിൻ്റെ എക്സ്പെരിമെൻ്റ് ഇഷ്ടപ്പെട്ടു എന്നും അത് തുടരാനുള്ള ഫണ്ട് ഞങ്ങൾ മുടക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ആർട്ടിഫിഷ്യൽ ഹ്യൂമനോയിഡിനെ നിർമ്മിച്ചു തരണം. ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം പല ഘട്ടങ്ങളിൽ സഹായിക്കാൻ പ്രാപ്തിയുള്ള ഒരെണ്ണം തന്നെയായിരിക്കണം അതെന്നും അതിനൊരു വലിയ തുക ഓഫർ നൽകാമെന്നും അവർ പറയുന്നുണ്ട്. വിക്ടർ ഒന്നും നോക്കാതെ അതിന് ഡീൽ സമ്മതിച്ചു. എങ്കിലും ഇഗോറിന് അവരെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല എന്ന് സീനിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എങ്കിലും തനിക്ക് പുതിയ ജീവിതം തന്ന വിക്ടറിനെ എതിർക്കാതെ അവനും അത് സമ്മതിച്ചു. അടുത്ത ദിവസം പോലീസ് ഓഫീസർ വിക്ടറിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം കേസിൻ്റെ അന്വേഷണത്തിനായി വന്നതാണ്.
യൂണിവേഴ്സിറ്റിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അവർക്ക് വിക്ടറിന്റെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറന്റ് ഇല്ലായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നും ഇല്ലാതെ മടങ്ങേണ്ടി വന്നു. അതിനിടയിൽ ഇഗോർ സർക്കസിൽ വീണ പെൺകുട്ടിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നീ വിക്ടറിനെ ഒഴിവാക്കണം, കാരണം പുതിയ എക്സ്പെരിമെന്റിലൂടെ അവൻ ഇതിലും മാരകമായ മോൺസ്റ്ററിനെ ഉണ്ടാക്കും. ഇഗോറും ആ പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായെന്ന് ഈ സീനിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഇഗോർ തിരിച്ച് വിക്ടറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് പോലീസ് ഓഫീസേഴ്സ് കുറെ പണിക്കാരും ചേർന്ന് വാതിൽ ചവിട്ടി പൊളിക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ വേറെ വാതിലിലൂടെ അകത്ത് കയറി വിക്ടറിനോട് രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. എങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ വിക്ടർ മെഷീനറികൾ നശിപ്പിക്കുന്നത്. മെഷീനറികൾ മറ്റൊരാളുടെ കയ്യിൽ എത്തുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ആ സമയം പോലീസ് ഓഫീസർ അകത്ത് പ്രവേശിച്ച് വിക്ടറിന് നേരെ കണ്ണ് പോയിന്റ് ചെയ്യുന്നത് കാണാം. വിക്ടർ എങ്ങനെയോ പോലീസ് ഓഫീസറിന്റെ കൈ തട്ടി മാറ്റി രക്ഷപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇരുവരും തമ്മിലുള്ള ഒരു ഉഗ്രൻ ഫൈറ്റ് നടക്കുന്നത് കാണാം. ഓഫീസറിന്റെ കൈ വലിയ പല്ലുള്ള ഒരു വീലിന്റെ ഇടയിൽ പെടുന്നുണ്ട്. ആ സമയം വിക്ടർ ഓടി രക്ഷപ്പെട്ട് തനിക്ക് ഫണ്ട് നൽകിയിരുന്ന ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അയാൾ കുറെ പൈസ വിക്ടറിന് കൊടുത്ത ശേഷം തന്റെ പ്രൊജക്ടിന് വേണ്ടി വർക്ക് ചെയ്യും, എനിക്ക് ആ ആർട്ടിഫിഷ്യൽ ഹ്യൂമനോയിഡിനെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. നീ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല, കുടുംബത്തിന്റെ ഒരു ബംഗ്ലാവ് എനിക്ക് സ്കോട്ട്ലൻഡിലുണ്ട്, നീ അവിടേക്ക് പോയിക്കോ, ആരും അറിയാതെ അവിടെ നിന്റെ വർക്ക് നിനക്ക് എളുപ്പത്തിൽ തീർക്കാമെന്ന് പറയുന്നുണ്ട്. വിക്ടർ അത് സമ്മതിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇഗോറിനെ പേഴ്സണലായി വിളിച്ച് ഇൻവെസ്റ്റർ സംസാരിക്കുന്നത് കാണാം. അയാൾ ഇഗോറിനോട് പറയുന്നുണ്ട്, എക്സ്പെരിമെന്റ് തീർന്ന ഉടനെ വിക്ടറിനെ ഞാൻ തീർക്കും, അവൻ എനിക്ക് ഉണ്ടാക്കി തന്ന ആർട്ടിഫിഷ്യൽ ഹ്യൂമനോയിഡിനെ ഞാൻ ഒരു വെപ്പണാക്കി മാറ്റും. അത് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും, ആർക്കും അതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല, എന്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കൂ. ഇത് പറഞ്ഞു തീരും മുമ്പേ ഇഗോറിനെ വെള്ളത്തിലേക്ക് എടുത്ത് എറിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയോ ഇഗോർ രക്ഷപ്പെട്ട് സർക്കസിലെ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവളോട് ഇഗോർ പറയുന്നുണ്ട്, വിക്ടറിന്റെ ലൈഫ് ഡേഞ്ചറിലാണ്, അവനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. രണ്ടുപേർ കൂടി ഉടനെ തന്നെ വിക്ടറിനെ കാണാൻ സ്കോട്ട്ലൻഡിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ എത്തിയ ശേഷം വിക്ടറിനെ കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇഗോർ വിക്ടറിനോട് പറയുന്നുണ്ട്, എൻ്റെ ലൈഫ് ഡേഞ്ചറിലാണ്, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. എങ്കിലും ഇതെല്ലാം കേട്ട ശേഷം വിക്ടർ തൻ്റെ എക്സ്പീരിയൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ വിക്ടർ ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത ചേട്ടൻ മരണപ്പെട്ടു. എൻ്റെ എക്സ്പീരിയൻസ് സക്സസ് ആയാൽ അതിലൂടെ എൻ്റെ ചേട്ടനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാം. വിക്ടറിന് തന്നോട് തന്നെ വെറുപ്പുണ്ട്, താൻ കാരണമാണ് തൻ്റെ ചേട്ടൻ മരണപ്പെട്ടതെന്ന് അവൻ ചിന്തിച്ചിരുന്നു. ആ സമയം ഇൻവെസ്റ്ററും പോലീസ് ഓഫീസറും അവിടെ എത്തുന്നുണ്ട്. എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിസിറ്റി ഓവർലോഡായി ആ സ്ഥലം ആകെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തിച്ചിരുന്ന മെഷീൻ ഉടനടി എക്സ്പ്ലോഡ് ചെയ്യപ്പെടുന്നു. മെഷീൻ എക്സ്പ്ലോഡ് ചെയ്തപ്പോൾ ആ ഇൻവെസ്റ്ററും കൊല്ലപ്പെടുന്നുണ്ട്. പോലീസ് ഓഫീസർ വിക്ടറിനെ കുറെ കുറ്റം പറയുന്നുണ്ട്. നീയാണ് ഇതെല്ലാത്തിനും കാരണം, ഇതെല്ലാം നടന്നത് നീ കാരണമാണെന്ന് പോലീസ് ഓഫീസർ പറയുന്നത് കേൾക്കാം. സംസാരത്തിനിടയിൽ അവൻ നിർമ്മിച്ച മോൺസ്റ്റർ ചലിക്കുന്നുണ്ട്. വിക്ടർ വളരെ സന്തോഷിച്ചു. എക്സ്പീരിയൻസ് സക്സസ് ആയതുകൊണ്ട് അവനുണ്ടാക്കിയ മോൺസ്റ്ററായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും. വിക്ടറുടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന മോൺസ്റ്ററിനെ കണ്ട് ഭയപ്പെട്ട പോലീസ് ഓഫീസർ ഉടനെ തന്നെ തോക്കെടുത്ത് മോൺസ്റ്ററിനെ ഷൂട്ട് ചെയ്യുന്നു. ഉടനെ തന്നെ മോൺസ്റ്റർ തിരിച്ച് ഓഫീസേഴ്സിനെ അറ്റാക്ക് ചെയ്ത് കൊന്നുകളയുന്നു. മോൺസ്റ്റർ ഇഗോറിനെയും വിക്ടറിനെയും ആക്രമിക്കുന്നുണ്ട്. ഇരുവരും ചേർന്ന് വലിയൊരു ഫൈറ്റിന് ശേഷം ആ മോൺസ്റ്ററിനെ കീഴ്പ്പെടുത്തി. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് വിക്ടർ ഒരു കടൽ തീരത്തിരിക്കുന്നതാണ്. വിക്ടർ ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിലിങ്ങനെ പറയുന്നു, നിനക്ക് ആ പെൺകുട്ടിയെ കാണാമെന്ന് എഴുതിയിട്ടുണ്ട്, കാരണം സിനിമയുടെ തുടക്കത്തിൽ ആ പെൺകുട്ടിയെ കാണരുതെന്ന് വിക്ടർ പറയുന്നുണ്ട്. കത്തിൽ എന്നോട് ക്ഷമിക്കൂ എന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ട്, കാരണം ഇഗോർ പല പ്രാവശ്യം വിക്ടറിനെ തടയുന്നുണ്ട്. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നത്. ഈ രംഗത്തോടു കൂടി സിനിമ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. ബൈ.